നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് സീസൺ 6 70ാമത്തെ എപ്പിസോഡും കഴിഞ്ഞ് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇവിടെ ബിഗ് ബോസ് സീസൺ 6 പൂട്ടിക്കെട്ടുമോ എന്ന് വിചാരിക്കേണ്ടി വരും. കാരണം ആദ്യത്തെ 2 മാസം അതിഗംഭീരമായിട്ടുള്ള TRPയും കാഴ്ചക്കാരുടെ എണ്ണത്തിലുള്ള വർധനവും അതേപോലെ തന്നെ നല്ല മത്സരാർത്ഥികളുടെ നല്ല ഗെയിം സ്പിരിറ്റോടുകൂടി ബിഗ് ബോസ് ഹൗസിനുള്ളിലും അതേപോലെ തന്നെ പുറത്തും നിരവധി കോൺട്രവേഴ്സിയുമായിട്ട് മുന്നേറിക്കൊണ്ടിരുന്ന ബിഗ് ബോസ് സീസൺ 6 മലയാളം 60ാമത്തെ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. കാഴ്ചക്കാരുടെ എണ്ണത്തിൽ വലിയ ഒരു താഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ബിഗ് ബോസ് സീസൺ 6ൻ്റെ ലൈവ് അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് കാണുമ്പോൾ മുമ്പൊക്കെ അത് 40,000-ഉം 50,000-ഉം 60,000-ത്തിനും മേലെ ലൈവായിട്ട് കാഴ്ചക്കാരുണ്ടെങ്കിലും ഇപ്പോൾ അത് 10,000-ത്തിൽ താഴെ മാത്രമേ ഉണ്ടായിരിക്കുന്നുള്ളൂ. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലുള്ള കമൻസും ഇതൊക്കെ കാണുമ്പോൾ തന്നെ ബിഗ് ബോസ് സീസൺ 6ൻ്റെ ഗെയിമും മത്സരാർത്ഥികളെയും വളരെ വെറുപ്പോടെ കൂടിയാണ് ഓഡിയൻസ് കാണുന്നത്. അതായത് മടുപ്പ് അനുഭവപ്പെട്ടിട്ടുണ്ട് ഗെയിമിലും. അതുപോലെ തന്നെ ബിഗ് ബോസ് കൊടുക്കുന്ന ഗെയിമിൻ്റെ കാര്യത്തിലായാലും അവരുടെ മത്സരാർത്ഥികളുടെ പെരുമാറ്റത്തിൻ്റെ കാര്യത്തിലായാലും മലയാളികൾക്ക് മടുത്തുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. ഇതിൻ്റെ തെളിവാണ് ലൈവ് കാഴ്ചക്കാരുടെ കുറവ്. 50,000-ത്തിന് മേലെ കാഴ്ചക്കാരുണ്ടായിരുന്നത് ഇപ്പം 5,000-ഉം 4,000-ഉം ഒക്കെ ചുരുങ്ങിയിട്ടുണ്ട്. ഇത് കാഴ്ചക്കാരുടെ ഗണ്യത്തിലുള്ള കുറവ് ബിഗ് ബോസിനെ മലയാളികൾ വെറുക്കുന്നുവോ എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. അതുപോലെ തന്നെ ബിഗ് ബോസ് കൊടുക്കുന്ന ഗെയിമൊക്കെ വളരെ മോശമായിട്ടുള്ള, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിമും ഇല്ല, ഒരു ഫിസിക്കൽ ടാസ്കോ അങ്ങനത്തെ യാതൊരു വിധത്തിലുള്ള ഗെയിമും ഉണ്ടായിരുന്നില്ല. കുറേ മാറ്റിപ്പിടുത്തവുമായി സ്റ്റാർട്ട് ചെയ്ത ബിഗ് ബോസ് സീസൺ 6 മലയാളം ആദ്യത്തെ 2 മാസം അതിഗംഭീരമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. നിറയെ കോൺട്രവേഴ്സി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. മറ്റുള്ള സീസണുകളെ അപേക്ഷിച്ച് TRP വളരെ കുത്തനെ ഉയർന്നതായിരുന്നു ആദ്യത്തെ 2 മാസം. എന്നാൽ 2 മാസത്തിന് ശേഷം ബിഗ് ബോസ് സീസൺ 6ൻ്റെ മലയാളം വിലയിരുത്തുമ്പോൾ നമുക്ക് TRP ഗണ്യമായ കുറവും കാഴ്ചക്കാരുടെ കുറവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഗ്രാൻഡ് ഫിനാലെ നിശ്ചയിച്ചിരിക്കുകയാണ്. എന്തായാലും ജൂൺ 2ാമത്തെ ആഴ്ചയോടുകൂടി ബിഗ് ബോസ് സീസൺ 6 മലയാളത്തിൻ്റെ ഗ്രാൻഡ് ഫിനാലെ നടക്കുമെന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതേപോലെ തന്നെ മത്സരാർത്ഥികളിൽ നമുക്കൊരു 60 ദിവസമൊക്കെ പിന്നിടുമ്പോൾ ആരാണ് കൂടുതൽ മുൻതൂക്കമുള്ള മത്സരാർത്ഥി, ആരൊക്കെയാണ് വോട്ടിംഗ് ലിസ്റ്റ് കൂടുതൽ, ഒരു സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥി ആരാണ് എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ വോട്ടിങ്ങിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജിൻഡോയ്ക്കാണ് വോട്ടിംഗ് കൂടുതലായിട്ടുള്ളത്. പക്ഷേ എങ്കിൽ ജിൻഡോ ഒരു നല്ല ഗെയിമറായിരുന്നോ എന്ന് നമുക്ക്, ഒരു സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള പ്ലെയർ ആയിരുന്നോ എന്ന് നമുക്ക് സംശയമുണ്ട്. ഒരു പേര്, അതായത് ഓരോ സീസണിലും ഒരാളുടെ പേര് എപ്പോഴും ഉയർന്നു കേൾക്കും. പക്ഷേ ഇതിൽ ഒരു സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള മത്സരാർത്ഥികൾ ഇപ്പോൾ ഇല്ല. ആദ്യത്തെ ആഴ്ചകളിലൊക്കെ ഉണ്ടായിരുന്നു, ആദ്യത്തെ മാസങ്ങളിലും 50ാമത്തെ എപ്പിസോഡ് വരേക്കും ഉണ്ടായിരുന്നു. ഒരു നല്ല ഗെയിം കളിക്കുന്ന, ഗെയിം സ്പിരിറ്റോട് കളിക്കുന്ന ഒട്ടനവധി മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു. അവരൊക്കെ നിരവധി കാരണങ്ങൾ കൊണ്ട് ബിഗ് ബോസ് വീട് വിട്ടു പോകുകയും എലിമിനേറ്റ് ആവുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഉള്ള മത്സരാർത്ഥികളെ കമ്പയർ ചെയ്യുമ്പോൾ എല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ബേസിൽ പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക. എന്തായാലും ഫൈനലിൽ ആര് കപ്പടിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എത്രയും പെട്ടെന്ന് തന്നെ ഈ സീസൺ അവസാനിപ്പിക്കാനുള്ള തീരുമാനമായിരിക്കും ബിഗ് ബോസിൻ്റെ ഭാഗത്ത്, അതായത് ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുക. കാരണം കാഴ്ചക്കാരുടെ ഗണ്യമായ കുറവ് നമുക്ക് അവർ കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ ടാസ്കുകളൊക്കെ, മെച്ചപ്പെട്ട ടാസ്കുകളൊക്കെ കൊടുത്തുകൊണ്ട് വീണ്ടും ഗെയിം സ്പിരിറ്റിലേക്ക് കൊണ്ടുവരാൻ ബിഗ് ബോസിന് സാധിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.